എന്താ അർജൻറ്റായിട്ട് കാണണം എന്ന് പറഞ്ഞേ? എന്തായാലും പറ. ആ പൂജ്യം എങ്ങനെ വെറുതെ ഭീഷണിപ്പെടുത്താ? ഇനി ഒരിക്കലും ശരത്തേട്ടനെ കാണാൻ പാടില്ല എന്നാ പറയുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിവരം അറിയിക്കുന്നു. വീട്ടിൽ വിവരറിയിച്ച അവന്മാര് വിവരറിയും. ഈറ്റിക്കൊന്നും വേറെ പണിയില്ലേ, നീ വിഷമിക്കണ്ട. എന്നുണ്ടായാലും ഞാൻ കൂടെ ഉണ്ട്. അത് മതി, അത് മാത്രം മതി. അയ്യോ പ്രിൻസിപ്പൽ കണ്ട ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്താ രണ്ടുപേർക്കും ക്ലാസ്സില്ലേ? അല്ല സാറേ, ഇവക്ക് ഹിസ്റ്ററിയിലൊരു ഡൗട്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഡൗട്ട്? അത് ഈ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ ഒന്നാക്കിയത് എന്ന് പറയുന്നത് വല്ല വാസ്തവമുണ്ടോ? അതെ, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒന്നാക്കി എന്നല്ല, പിന്നെ ഒന്ന് ആക്കി. മനസ്സിലായ? ഇങ്ങോട്ട് വന്നേ. ഞാനൊരു 10-30 വർഷമായി ഈ കോളേജിൽ. തൻ്റെ ചുറ്റിക്കളി മനസ്സിലാക്കാനേ സ്വാതന്ത്ര്യ സമരം ഒന്നും പഠിക്കണ്ട, മനസ്സിലായ? ഓൻ്റെ ഒരു ബ്രിട്ടീഷുകാർ നൈസായിട്ട് പാളി. പിന്നെ വരുന്നുണ്ടല്ലോ, എനിക്ക് ഓളെ ഇഷ്ടമല്ല. ഓളെ കണ്ടെന്നെ കൺട്രോൾ നീ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ? നിന്നോടല്ലേ പറഞ്ഞ കാണരുതെന്ന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ കാണും, സംസാരിക്കും. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വര കൂടി വരേണ്ടി വരും. സിംഗപ്പൂരിൽ അമ്മാവൻ്റെ അടുത്ത് പോയാൽ ബിസിനസ് എങ്കിലും പഠിക്കാം. ഇവിടെ വന്നാൽ ഒന്നും നടക്കും തോന്നില്ല. ഞാൻ അതല്ല ആലോചിക്കുന്നത്. നിനക്കമ്മാവൻ സിംഗപ്പൂരിലെല്ലാം ഉണ്ട്, എനക്കൊണ്ടൊരമ്മാവൻ. ബാറ് വിട്ട വീട്, വീട് വിട്ട ബാറ്. എന്നൊരു തുള്ളി തരുമോ? അതുമില്ല. ഏതോ വേറൊരമ്മാവൻ. കറങ്ങുന്നത് ഇവിടെ വാ. ശരിക്കും നിന്റെ കളി പോയാ? എടാ, ഞാനുള്ളവിടെ കണ്ടു മറന്നൊരു ഫീല്. ഞാനും സ്വപ്നത്തിൽ കണ്ട അതേ കുട്ടി. അതിന് സ്വപ്നത്തിൽ നീ ബാക്കല്ലേ കണ്ടു? എടാ, ആ ബാക്കും ഈ ബാക്കും സെയിം. ആ മെഡിക്കൽ മിറാക്കിൾ. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതാണ് സാറേ ഇവളുടെ ഇപ്പോഴത്തെ കുഴപ്പം. എന്തു പറഞ്ഞാലും കരച്ചില്ല. മോളെ, എന്താ ഇത്? കരയല്ലേ? മോളെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അറിയും വേണ്ട, നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാം. അതിനുള്ളൊരു അവസരമായിട്ട് കണ്ടാൽ മതി. എടോ, തൻ്റെ ഭാഗ്യം കൊണ്ട കോളേജിൽ ഇങ്ങനെ ഒരു ഒഴിവ് വന്നത്. ഇങ്ങോട്ട് നോക്കിയേ, കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം. നാളെ മുതൽ തീർത്തും പുതിയൊരാളായിട്ടാണ് കോളേജിൽ വരേണ്ടത്. ഇനി മുതൽ പുതിയൊരാളല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? ഒരുപാട്. എന്നാലും ഓൾ ആരടാ? ഭഗവാൻ को मालूम, उसको पूछो.
പരിചയപ്പെട്ടാലോ? ഓളൊന്ന് ക്ലാസ്സിൽ കയറിക്കോട്ടെ. അത് നമുക്ക് ശരിയാക്കാം. പുതിയ അഡ്മിഷൻ ആണല്ലേ? ആ എന്താ പേര്? സ്വപ്ന, ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് ഇയർ ഫിസിക്സ്. നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ പ്രവർത്തകരാന്ന്. ഈ കോളേജിൽ ആരാ JP? എടാ നീ അന്വേഷിക്കുന്നടാ. JP യാ? JP SFI ഉണ്ടായിരുന്ന സംഘടന എത്തിക്കൊടുത്തതിന് പുറത്താക്കിയതവനാ. അല്ല, JP അറിയോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. സംശയിക്കണ്ട, ഇവള് നിന്നെ തേടി വന്നതാ. പിന്നീട് പരിചയപ്പെടാം. പോയാ ഡാ, വാ. ഹലോ, ഒന്ന് നിന്നേ. ഇവിടെ പുതിയ അഡ്മിഷൻ ആണല്ലേ? എന്താ? എന്താ പേര്? സ്വപ്ന. ഹായ് JP. JP? എന്താ അറിയോ? എന്താ പരിപാടി? റാങ്ക് ആണോ? ഏയ് അങ്ങനൊന്നും അല്ലടോ, പുതിയ അഡ്മിഷൻ അല്ലേ, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു. ഇങ്ങനെയാണോ പരിചയപ്പെടുക? ഇതൊരുമാതിരി ഇൻസൾട്ടിങ് ആയി പോയേട്ടാ. JP? അതെ, സ്വപ്ന അല്ലേ? കുട്ടി പോയിക്കോളൂ. കാണാം. JP, മനു ഇറങ്ങിയടാ. എടാ തൽക്കാലം നീ രക്ഷപ്പെട്ടോ. സദാശിവൻ MLA നേരിട്ട് ഇടപെട്ട് ഇറക്കിയെന്നാ കേട്ടത്. എനിക്കിന്ന് ഹോസ്റ്റൽ കാണാൻ പറ്റും, നടക്ക് തോന്നില്ല. പിന്നെ എന്റെ പൊന്നു മോനെ വിട്ടോ, അറിയാലോ ഓന്റെ കൈത്തെരപ്പ് ഞാൻ അറിഞ്ഞിട്ടുള്ളതാ. ഓനൊലത്തും. ശരിയാ JP, ഒരാവശ്യത്തിന് ഓൻ്റെ മുന്നിൽ പോയി ചാടണ്ട. 2 ദിവസം കഴിഞ്ഞ് എല്ലാം തണുത്തു. ഓൻ എനിക്ക് അറിഞ്ഞൂടെ? ഓന് ഞാനിപ്പോൾ സംഘടന നിന്ന് പുറത്താ. സംഘടനയില്ലേ ഓൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് രണ്ടും പേടിയെങ്കിലേ ഞാൻ പോയിക്കോളൂ. അവർക്ക് 2 പേർക്കും അല്ല, പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും പേടിയാ. കൂടെ കൂട്ടാൻ പറ്റുമോ? ഒറ്റ ഓ മേടിച്ചിട്ട് വരട്ടെ. മടിച്ചു പറ്റ. മനു, ഞാൻ പോലീസിനെ അടിച്ചു, ഒരുപാട് അടിച്ചു. 2 ദിവസം മൂത്രം പോയിട്ടില്ല. SFI ഞാൻ പുറത്തായി. ഇപ്പൊ കോളേജിലെ പിള്ളേറിനെ ഒരു ഗുണ്ടയായിട്ട് കാണുന്നത്. എല്ലാറ്റിനും കാരണം നീയാ. നിന്നെ ഞാൻ വെറുതെ ശരി, പിന്നെ കാണാം. ഓട്ടടാ. സ്വപ്നക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമായോ? എന്നിട്ട് എല്ലാവരും പരിചയപ്പെട്ടോ? പരിചയപ്പെട്ട് വരുന്നു. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ശരി. എന്നെ ജയിലിലേക്ക് പറഞ്ഞു വെച്ചിട്ട് നീയോട് ഒളിപ്പിച്ച് കിടക്കാല്ലേ? ഇത് ഞാൻ നടത്തും. ഞാൻ ഏതായാലും മറ്റന്നാളെ കൊടുക്കാം. അപ്പൊ നീ എന്താ പറയുക? ഞാൻ ഇന്ന് തന്നെ കൊടുക്കും. എനിക്ക് മറ്റന്നാളെന്ത് സമയം ഉണ്ടാവും? ഷഹാന, 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 ഞാനെന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ഞാനെന്തിനാ എന്നെ ഇങ്ങനെ ഓടിയെന്ന്? ഷഹാന, നീ ആ പൂജയും സംഘത്തിൽ പേടിച്ചിട്ടാന്നോ? അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇയാൾക്കറിയില്ലേ, കഴിഞ്ഞ വർഷം ഈ ദിവസത്തിലാണ് നമ്മുടെ ഇഷ്ടം നമ്മൾ പരസ്പരം തുറന്നു പറഞ്ഞത്. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കിയേ. വേണ്ട ഷാജു, എനിക്കിത് മേടിക്കാൻ കഴിയില്ല. എനിക്കിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നടക്കില്ല. നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു. നിന്നവരെ വെറുതെ വിടില്ല. നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ പ്രണയം ഒരു ദുരന്തമാവാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഐ എം സോറി. ഷഹാന, ഷഹാന, ഷഹാന.
എന്നാലും നിനക്കറിയാത്ത പെണ്ണ് നിന്നെ അറിയാന്ന് പറഞ്ഞ അതന്നെ എനക്കും മനസ്സിലാവാതെ. ഓക്കെ ആള് മാറിപ്പോയതോ? ഇത് മറ്റേ ബന്ധം. മറ്റേ ബന്ധ? മുൻജന്മ ബന്ധം. ഓ ഡാ, ഓൾ എന്നെ തേടി തന്നെ കോളേജിൽ വന്നതാ. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ പ്രണയത്തിൻ്റെ ഒഴുക്കിനെ പറ്റി. എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഫുൾ മുള്ളാന്നല്ലോ. ഇപ്പൊ നല്ല കോൺസെൻട്രേഷൻ ആണല്ലേ. ഓൾ എന്റെ മൂടും കൊണ്ടാണ് കോളേജിൽ വന്നേ. നിങ്ങൾ അറിഞ്ഞാ നമ്മളെ ഷാജഹാന്റെ പ്രേമം പൊട്ടിയടാ. അതെപ്പോ? ഇപ്പൊ പൊട്ടിയുള്ളൂ. ഇവന് എന്റെ മൂട് തിരിച്ചിട്ടിരുന്നു. അപ്പൊ ഒന്ന് ചെയ്ഞ്ഞ് മറ്റൊന്നിന് വളാവെന്ന് പറയുന്നത് വളരെ കറക്റ്റല്ലേ? പോരാ, അതാ ഇവന്റെ മൂടും വന്നല്ലോ. കംപ്ലീറ്റ് മൂടാന്നല്ലോ. എന്താടി ഹാപ്പി അല്ലാത്ത? എന്തുപറ്റി? ശരത്തേട്ടാ, ആ പറ. ഇന്നലെ എന്നെ ഒരാൾ പെണ്ണാണ് വന്നിട്ടുണ്ടായിരുന്നു. ഓ അതാണോ? ഞാൻ പേടിച്ചു പോയി. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത് അതുപോലൊന്നല്ല. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടായിന്. നിനക്ക് ഇഷ്ടപ്പെട്ട? ആ കൊല്ലേ, വീട്ടുകാരാണ് ഇപ്പൊ അയാളായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാനായിട്ട് പോന്ന. എന്താ ശരത്തേട്ടാ, ഇത് തമാശയല്ലേ? എടി നിന്റെ സമ്പന്നമായിട്ട് കല്യാണം നടക്കുവോ? ഇത് പഴയ കാലമല്ല. നമുക്ക് കുറച്ചെല്ലാം പ്രേമിച്ചോണ്ട് നടക്കാം. നടക്കൂല ശരത്തേട്ടാ. എന്റെ വീട്ടിലിപ്പം കുറച്ച് പഴയ കാലം തന്നെയാ. നിങ്ങൾക്ക് എന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെ എന്നെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനാ? നാളെയാ? ആ അതെ. എടി ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞ ടൈം പാസ് വേണ്ടിട്ടാ? എടി ഒരിക്കലും ഇല്ല. പക്ഷെ കല്യാണം എന്നൊക്കെ പറഞ്ഞ അത് ഞാൻ ശരത്തേട്ടോ, അച്ഛനില്ലാത്ത കുട്ടിയാ ഞാൻ. അമ്മാവന്റെ ചെലവിലാ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഓറ് പറയുന്നതല്ല എനിക്ക് അനുസരിക്കണം. മറ്റന്നാളാണെങ്കിൽ ഓരോർക്ക് വാക്ക് കൊടുക്കാൻ പോന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടക്കില്ല. എന്റെ വീട്ടിലെ ചേട്ടന്മാര് പോലും കല്യാണത്തെ പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കുന്നേനുവാ? പറയടാ, നിനക്ക് എന്താണ് എന്നെ കല്യാണം കഴിച്ചാല്? പറയടാ ചേട്ടേ. എടാ വന്നേ, ഇവിടുന്ന് പതുക്കെ പറ. ഒച്ച വയ്ക്കല്ലേ? നീ ഒന്നും പറയണ്ട. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ എന്നെ വഞ്ചിക്കുമല്ലേ? നിന്നെ ഞാൻ കൊല്ലുടാ. എന്താ പറ്റി? ഓള് പോയടാ. അപ്പൊ നിന്റെ പ്രേമം പൊട്ടിയാ? ഇപ്പൊ എന്താ പ്രേമല്ല ഇങ്ങനെ വേഗം പൊട്ടുന്നു? ഇപ്പൊ പെൺകുട്ടികള് ചീത്ത പറഞ്ഞ കരച്ചിൽ വരും. എനിക്ക് അനുഭവമുണ്ട്. ഹായ് ജെ പി. ഞാൻ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വന്ന. ആണോ? ജെ പി, എനിക്കൊന്ന് പേഴ്സണലായിട്ട് കാണാൻ പറ്റുമോ? പിന്നെന്താ, മാറിക്കടാ. രണ്ടെണ്ണം ചെയ്തിട്ട് മൂന്നാമത്തേന് വളാകുന്ന കണ്ടാ